ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മളെ നാട്ടിലൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ്. ഗൾഫിൽ നിന്ന് ആൾക്കാർ വരും, വന്നിട്ട് തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഇപ്പം അറിഞ്ഞ് കുറേ ഈ നാട്ടിലോട്ട് പോകുമ്പോഴേ എല്ലാവരും അറിയും ഇന്ന ആൾ വരുന്നുണ്ട്, അപ്പം പുള്ളിയുടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണേ, അച്ചാറ് കാര്യങ്ങളൊക്കെ കൊടുത്തു വിടണേ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഇത് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് നാട്ടിലോട്ട് വരുമ്പോൾ ഒത്തിരി പേര് കൊണ്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് തരാറുണ്ട്. അതെല്ലാം നമ്മൾ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് പണ്ട് മുതലേ അങ്ങനെയാണല്ലേ, അച്ചാറ് കാര്യങ്ങൾ അമ്മമാർ കൊണ്ട് കൊടുക്കും. അന്നൊക്കെ നമുക്ക് എന്താണ് വിശ്വാസമായിരുന്നു അല്ലേ, അതിലൊന്നും നമ്മൾ ചതിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം. ഇപ്പോൾ അയലോക്കത്തുനിന്ന് കൊണ്ടുവന്നാലും നമ്മൾ ധൈര്യമായിട്ട് വാങ്ങി എന്ത് ചെയ്യും, പാക്ക് പെട്ടിയിൽ കെട്ടി നേരെ അങ്ങ് കൊണ്ടുവരും. നമ്മൾ ഇപ്പോൾ എയർപോർട്ട് വഴി വരുമ്പോൾ നമ്മൾ എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റുന്നത് അല്ലേ. നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്ത് എമിഗ്രേഷൻ കഴിഞ്ഞ് നേരെ ഇത് സ്കാൻ ചെയ്താണ് പോകുന്നത്. അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരോട് അനൗൺസ് ചെയ്ത് നമ്മളെ വിളിച്ചിട്ട് അത് ചോദിച്ച് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ ഈ കാലത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ നമുക്ക് എല്ലാവരും വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത്? അതിന് ഉദാഹരണം, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു വാർത്ത കണ്ടതാണ്. ഇങ്ങോട്ട് ഗൾഫിലോട്ട് വരുന്ന ഒരാളെ കയ്യിൽ അറിയാമെന്നുള്ള ആരോ കുറച്ച് സാധനങ്ങൾ അച്ചാറും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് കൊണ്ടുപോയപ്പോൾ അവരെ പിടിച്ചെന്താണ് എന്തോ കഞ്ചാവ് പോലുള്ള ഐറ്റംസ് അതിലുണ്ടായിരുന്നു. അങ്ങനെ പിടിച്ചെന്നുള്ള ഒരു വാർത്തയാണ്. അങ്ങനെ ആൾക്കാരെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തയും കണ്ടായിരുന്നു. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കണക്കാണ്. എല്ലാവരെയും ചിലപ്പോൾ നല്ലവരെ പോലും നമുക്ക് സംശയിക്കേണ്ടി വരുന്ന കാലഘട്ടമാണിത്. അതിലൂടെ നമുക്ക് എന്താണ് അവരുടെ വിരോധവും എല്ലാം എടുക്കേണ്ടിയും വരും. അപ്പം എന്തായാലും നമ്മളെ കാര്യം നമ്മൾ തന്നെ നോക്കുക, നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കുക. ഇല്ലാതെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അകത്താവും, നിങ്ങളെ ജോലി പോവും, നിങ്ങൾ ജയിലിൽ തന്നെ കിടക്കും. അപ്പോൾ ആരുടെയെങ്കിലും ഒരു സാധനം അച്ചാറോ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പം ചില ഐറ്റംസ് എല്ലാം ഓൾറെഡി ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓരോരോ രാജ്യം ഇന്ന ഐറ്റംസ് വരരുതെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. അതും നമ്മളെന്താണ് നോക്കാതെയാണ്. ഗുളികളൊക്കെ തരുന്നതെല്ലാം ഒരു പ്രിസ്ക്രിപ്ഷനോ ഒന്നുമില്ലാതെയൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അതെല്ലാം നമ്മൾ എയർപോർട്ടിൽ വരുമ്പോഴായിരിക്കും അത് പിടിക്കുന്നതല്ലേ. അവിടെ നിന്ന് നേരെ ഇവിടെ കയറി വരും. ഇവിടെ കയറി വരുമ്പോഴായിരിക്കും ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ അത് പിടിക്കുന്നത്. ഇപ്പോൾ എല്ലാം നോക്കിയും കണ്ട് കൊണ്ടുപോയാൽ ഗുളിക ഐറ്റംസും അങ്ങനെയൊക്കെ മരുന്നൊക്കെ കൊണ്ടുവരാൻ എല്ലാം നല്ല പ്രിസ്ക്രിപ്ഷൻ ഡേറ്റ് വാലിഡ് ആയിട്ടുള്ളത് കൊണ്ടുവരിക. ഇല്ലാതെ